ഡെട്രിമെന്റൽ എഫക്ട്സ് ഓഫ് ട്രാഫിക് ഓൺ എൻവയൺമെന്റ്. ഓക്കെ, എങ്ങനെയാണ് ട്രാഫിക് എൻവയൺമെന്റിന് കേടുപാടുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ആദ്യത്തത് എനർജി കൺസംഷൻ ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് എൻവയൺമെന്റൽ പൊല്യൂഷൻ. എനർജി കൺസംഷൻ. ഓക്കെ, ഇപ്പം വാഹനങ്ങളിൽ അല്ലെ, ഇപ്പം നമ്മൾ ഫ്യൂവൽ അടിക്കുമ്പോൾ അവിടെ എനർജി കൺസ്യൂം ചെയ്യുക, അതായത് ഫോസിൽ ഫ്യൂവൽസിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അത് മുഖേന നമുക്ക് കിട്ടുന്ന ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും അതെല്ലാം എക്സോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, അതെല്ലാം തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ റിസോഴ്സസ് അവിടെ, എനർജി റിസോഴ്സസ് അവിടെ കൺസ്യൂം ചെയ്യുമ്പോൾ അത് തീർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ റിസോഴ്സസിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അതിന്റെ ഫലമായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട് അല്ലെ. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനർജി കൺസംഷൻ ഒരു ഫാക്ടറാണ്. ഓക്കെ, എനർജി കൺസ്യൂം ചെയ്യുന്നതിന്റെ ഒപ്പം സംഭവിക്കുന്ന വേറൊരു കാര്യമുണ്ട്, അവിടെ എൻവയൺമെന്റൽ പൊല്യൂഷനും കൂടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഫാക്ടറീസ് നിന്നൊക്കെ കിട്ടുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കളയാനായിട്ട് സ്പേസ് ഇല്ല. ഓക്കെ, അപ്പൊ എൻവയൺമെന്റലി പൊല്യൂഷനും കൂടെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. രണ്ടാമത്തത് എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നു. ഓക്കെ, അതായത് വെഹിക്കിൾസിന്റെ എണ്ണം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വെഹിക്കിൾസ് നിന്നെല്ലാം വരുന്ന ഫ്യൂംസ്, എക്സോസ്റ്റ് ഫ്യൂംസ് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിലേക്കാണ് മിക്സ് ആവുന്നത്. അപ്പം അവിടെ ഓട്ടോമാറ്റിക്കലി അറ്റ്മോസ്ഫിയറിൽ ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്ന ഗ്യാസസ് എല്ലാം അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് എല്ലാം ഫോം ചെയ്യുന്നു, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നു. അതുപോലെ ഓസോൺ ലെയറിൽ ഹോൾസ് വീഴാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, എയർ പൊല്യൂഷൻ അതിനെല്ലാം കോസ് ചെയ്യുന്നു. ഓക്കെ, അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നു. ഓക്കെ, അപ്പം അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എയർ പൊല്യൂഷൻ. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ സോഴ്സിൽ തന്നെ എവിടുന്നാണോ എമിറ്റ് ആവുന്നത് അവിടെ തന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ അത് ഒഴിവാക്കാനുള്ള വല്ല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം എൻവയൺമെന്റിൽ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്റെ ഒരു എഫക്റ്റ് ആണ് എയർ പൊല്യൂഷൻ. ആദ്യം പറഞ്ഞു എനർജി കൺസംഷൻ, എൻവയൺമെന്റൽ പൊല്യൂഷൻ, രണ്ടാമത്തത് എയർ പൊല്യൂഷൻ, മൂന്നാമത്തെ നോയിസ് പൊല്യൂഷൻ അല്ലെ. ഒരു സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു 5 മിനിറ്റ് നിന്നാൽ അവിടെ നമ്മൾ കേൾക്കുന്ന ആ വാഹനത്തിന്റെ സൗണ്ട് അല്ലെ, വെഹിക്കിൾസിന്റെ സൗണ്ട്, ഹോൺ അടിക്കുന്ന സൗണ്ട്, ഡോർ തുറക്കുന്ന അടയ്ക്കുന്ന സൗണ്ട്. ഇപ്പം റെയിലാണെങ്കിൽ ട്രെയിനിന്റെ സൗണ്ട്. ഓക്കെ, അവിടെ റെയിലുള്ള ഏരിയ ആണെങ്കിൽ അപ്പം മൊത്തത്തില് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്റെ ഫെസിലിറ്റീസിന്റെ കൺസ്ട്രക്ഷനിൽ ഒക്കെ ഹെവി ആയിട്ടുള്ള നോയ്സസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം എയർപോർട്ടിന്റെ പരിസരത്താണെങ്കിൽ അവിടെ പ്ലെയിനിന്റെ ഒക്കെ വലിയ സൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പം നോയ്സ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻവയൺമെന്റിൽ നോയ്സ് പൊല്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഈ നോയ്സ് പൊല്യൂഷൻ കാരണം ആളുകളിൽ മെന്റൽ സ്ട്രെസ്, ഓക്കെ, അപ്പം അതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തലവേദന, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സ്ട്രെസ് കാരണമുള്ള പല എഫക്ട്സും ആളുകളിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം നോയ്സ് പൊല്യൂഷനും എൻവയൺമെന്റിൽ കൊണ്ടുവരുന്നുണ്ട്. അടുത്ത ലാൻഡ് കൺസപ്ഷൻ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഡാമേജ്. ഓക്കെ, ദ പ്രൊവിഷൻ ഓഫ് ലാൻഡ് ബേസ്ഡ് ട്രാൻസ്പോർട്ട് റിക്വയർസ് ഡയറക്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ലാൻഡ്. അപ്പം ഇത് നമ്മളിപ്പോ ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആ റോഡ് കടന്നു പോകുന്ന ആ ഒരു ഏരിയനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. ലോങ് സ്ട്രിപ്സ് ഓഫ് ലാൻഡ് ആർ കൺസ്യൂംഡ് ആൻഡ് ലാർജ് ഏരിയാസ് എഫക്റ്റീവ്ലി ഡിവൈഡ് ഇൻടു സ്മോളർ വൺ. വലിയൊരു ഏരിയനെ ഡിവൈഡ് ചെയ്യുക ചെറിയ പാർട്ടുകളായിട്ട്, 2 പാർട്ടുകളായിട്ട്. ഇപ്പം വേറെ എക്സ്ട്രാ റോഡുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഓരോ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക ലാൻഡിനെ. ഓക്കെ, അതായത് ഇപ്പം മുന്നേ ആ ഒരു സ്ഥലത്ത് റോഡ് പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഫോറസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാണ്, റീപ്ലേസ് ചെയ്യാണ് അല്ലെ. റോഡുകളും റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഇപ്പുറത്തൊക്കെ ഡെവലപ്മെന്റ്സ് വരാം. അതെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ആ ലാൻഡിനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ലാൻഡ്സ്കേപ്പിന്, അവിടെയുള്ള ഒരു പ്രകൃതി ഭംഗിക്ക് ഡാമേജസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതും ഒരു
എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്ന ഒരു ഡെട്രിമെന്റൽ ആയിട്ടുള്ള ഒരു എഫക്ട് തന്നെയാണ്. നെക്സ്റ്റ് എക്കോളജിക്കൽ ഡിഗ്രഡേഷൻ, അതായത് എക്കോസിസ്റ്റത്തിൽ വരുത്തുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അത് ഇപ്പം പക്ഷികളായിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് മരങ്ങൾ മുറിക്കേണ്ടതായിട്ട് വരും അല്ലെ. ആ മരങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് പക്ഷികൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പം അതുപോലെ തന്നെ പാലങ്ങൾ ഒക്കെ പണിയുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള അക്വാട്ടിക് ആയിട്ടുള്ള ജീവികൾക്ക് പ്രശ്നങ്ങൾ വരാം. ഓക്കെ, അതുപോലെ മൃഗങ്ങൾക്ക് പ്രശ്നം വരാം. മരങ്ങളൊക്കെ മുറിക്കുമ്പോൾ ഫോറസ്റ്റ് ഏരിയസ് ഒക്കെ ആണെങ്കിൽ അവിടെയുള്ള മൃഗങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാം. ഓക്കെ, അപ്പം നമുക്ക് ഒരിക്കലും ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെന്റ് എൻവയോൺമെന്റൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, പല കാര്യങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്കോളജിക്കൽ ഡിഗ്രഡേഷൻ ഒരു ഡെട്രിമെന്റൽ എഫക്റ്റ് ആണ്. നെക്സ്റ്റ് സിവിയറൻസ് എന്ന് പറയും. സിവിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ റോഡിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ റോഡ് വരുമ്പം ആ ലാൻഡിന് രണ്ടായി ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ആനിമൽസിന്റെ ഒരു മൂവ്മെന്റ് അവിടെ നഷ്ടപ്പെടുവാണ്. ഓക്കെ, അപ്പൊ അവിടെ ഒരു വലിയ റോഡുകളൊക്കെയാണ്, ചെറുതൊക്കെ ആണെങ്കിൽ അവർ ആ റോഡ് ക്രോസ് ചെയ്ത് പോകും. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ഹൈവേസ്, എക്സ്പ്രസ് വേസ് ഒക്കെ വരുമ്പോൾ അവിടെ ക്രോസിങ്ങിനുള്ള സാധ്യതകൾ അവിടെ കുറയും. ഓക്കെ, അപ്പൊ അവരുടെ ആ ഒരു എക്കോസിസ്റ്റത്തിന് അവിടെ ഡാമേജ് വരും. അതായത് ആ രണ്ട് ഭാഗത്തായിട്ട് ഡിവൈഡ് ആയി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം അതൊരു എൻവയോൺമെന്റലിനെ എഫക്ട് ചെയ്യുന്ന ഒരു റീസൺ ആണ്. ഓക്കെ, അതായത് ആ ഒരു അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള മൂവ്മെന്റിനെ അത് സ്റ്റോപ്പ് ചെയ്യും. റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൂവ്മെന്റിനെ അവിടെ പ്രൊഹിബിറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അത് ആനിമൽസിന്റെ അവരുടെ വളർച്ചയ്ക്ക് അല്ലെ, അവരുടെ ആ ഒരു വളർച്ചാ രീതിക്കൊക്കെ അത് മാറ്റം വരുത്തുന്നതാണ്. ഇനി അടുത്ത ആക്സിഡൻസ്. ഇപ്പം നമുക്ക് ആനിമൽസിന്റെ കേസ് തന്നെ പറയാം. ഓക്കെ, അപ്പം ആനിമൽസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം റീസെന്റ് ആയിട്ട് തന്നെ ഒരു വാഹനം ഒരു ആനയെ ഇടിച്ച് ആന ചെരിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പരിക്കുകൾ പറ്റാം. ഓക്കെ, അപ്പം അത് ആനിമൽസിനെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന റോഡ്സ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പം ഫോറസ്റ്റിലൂടെയുള്ള രാത്രി യാത്രകളൊക്കെ പല സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത് അല്ലെ. ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വരെ അതിലൂടെ യാത്ര അനുവദിക്കുന്നതല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഫോറസ്റ്റിലൂടെ യാത്രകളിൽ ആക്സിഡൻസ് വരാം. അതായത് ഈ ഫോറസ്റ്റിലുള്ള ആനിമൽസിനെല്ലാം ദോഷങ്ങൾ വരാം. Okay, growth of transportation has a very unfortunate impact on the society in terms of accidents. Worldwide death and injuries from road accidents have reached epidemic proportions. ഇപ്പൊ നോർമൽ നമ്മളെ മനുഷ്യരെ കേസ് എടുത്താൽ തന്നെ ഓരോ ദിവസവും ആക്സിഡന്റിലൂടെ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു രോഗബാധ പോലെ തന്നെ നമുക്ക് പറയാം അല്ലെ. പല മാരകമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ആൾ മരിക്കുന്നത് പോലെ തന്നെ ഒരുപാട് ആളുകൾ ആക്സിഡൻസിലൂടെ മരിക്കുന്നുണ്ട്. ഓക്കെ, ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പേഴ്സണലൈസ്ഡ് വെഹിക്കിൾസ് ആൻഡ് പുവർ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് ഡിസൈൻ, ലോ എൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഒരാൾ പറഞ്ഞല്ലോ ലോ അനുസരിക്കാത്തത് കാരണം അല്ലെ. അതുപോലെ ഒരുപാട് സ്വന്തമായിട്ടുള്ള വാഹനങ്ങൾ യൂസ് ചെയ്യുന്നത് കാരണം, ഓൺ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത് കൊണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിൽ വേണ്ടത്ര ഡെവലപ്മെന്റ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആക്സിഡൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആനിമൽസിനും ആക്സിഡൻസ് വരുത്തുന്നു. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള ആനിമൽസിന് ആക്സിഡൻസ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ എൻവയോൺമെന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ഓക്കെ, അപ്പൊ ആക്സിഡൻസും ഒരു ഡെട്രിമെന്റൽ എഫക്ട്, അതായത് പ്രകൃതിയിലുള്ള കാര്യങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലേക്ക്, ഓക്കെ, ആനിമൽസിനെ നശിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ വരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡെട്രിമെന്റൽ എഫക്ട്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാഫിക് ഓൺ എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ എനർജി കൺസംപ്ഷൻ, അതുപോലെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഓക്കെ, എനർജി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക, അത് തീർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ആ എനർജി കൺസംപ്ഷൻ സംഭവിക്കുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻവയോൺമെന്റൽ പൊല്യൂഷനും സംഭവിച്ചുകൊണ്ടിരിക്കുക. എയർ പൊല്യൂഷൻ ഉണ്ട്, നോയിസ് പൊല്യൂഷൻ വരുന്നു. ഓക്കെ, ഇതൊക്കെ എൻവയോൺമെന്റ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു.
ലാൻഡ് കൺസപ്ഷൻ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഡാമേജ്. ലാൻഡ് യൂസ് പല കാര്യങ്ങൾക്ക് വേണ്ടി അധികമായിട്ട് റോഡിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ യൂസ് ചെയ്യുന്നു. ഓൾറെഡി ഉള്ള ആ ഒരു പ്രകൃതി ഭംഗിക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നു. അതുപോലെ എക്കോളജിക്കൽ ഡീഗ്രഡേഷൻ. ഓക്കെ, എക്കോളജിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതായത് പല മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും താമസിക്കുന്ന ആ സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുന്നു നമ്മൾ പുതിയ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് അവിടെ എക്കോളജി അല്ലെങ്കിൽ ആ എൻവയോൺമെന്റ് നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പല സ്ഥലങ്ങളിലും സാധിക്കുന്നില്ല. ഓക്കെ, സിവിയറൻസ്, അതായത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോഡ് ഏരിയ ഒരു ലാൻഡിന് രണ്ടായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള അനിമൽസിന്റെ മൂവ്മെന്റ്സ് എല്ലാം അവിടെ സ്റ്റോപ്പ് ആവുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതുപോലെ ആക്സിഡൻസ്, മനുഷ്യരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ആനിമൽസ് ആണെങ്കിലും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്സിഡൻസിലൂടെ. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വാഹനങ്ങളുടെ യൂസേജ് കൂടുന്നു, റോഡുകളിൽ വരുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു, അതിന് വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, റോഡ് ഡിസൈൻ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, നിയമം അനുസരിക്കാത്തതിന്റെ പ്രശ്നങ്ങളെല്ലാം ആക്സിഡന്റ് റേറ്റിനെ കൂട്ടുന്നു. അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും എല്ലാം ആക്സിഡന്റ് വരുന്നു, അത് പ്രകൃതിയെ ബാധിക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രകൃതിയിൽ കൊണ്ടുവരുന്ന ഡെട്രിമെന്റൽ ആയിട്ടുള്ള എഫക്ട്സ്.